എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. നമ്മൾ ഇന്നു മുതൽ കൃഷ്ണ യജുർവേദ പഠനം ഇവിടെ ആരംഭിക്കുകയാണ്. വേദപഠനം വളരെ ബുദ്ധിമുട്ടുള്ളതും വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട പഠിക്കേണ്ട ഒരു കാര്യവുമാണ്. വളരെ ക്ഷമയോടുകൂടി അത് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ അത് പഠിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ തന്നെ 5 വർഷം ഉപനയനം കഴിഞ്ഞ സമയത്ത് 5 വർഷം 6 വർഷത്തോളം കഠിനമായിട്ട് അധ്വാനിച്ചാണ് പഠിക്കാൻ പറ്റിയത്. പിന്നെ കുറച്ചു കാലം അത് ഉപാസിക്കാതെ നിന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് വന്നു. പിന്നീട് അടുത്ത കാലത്ത് അത് വീണ്ടും സജീവമായിട്ടത് കൊണ്ടുവന്നതാണ്. ഇപ്പം നിരന്തരമായിട്ട് കുറച്ച് പദങ്ങളെങ്കിലും ദിവസവും ചെല്ലിയെങ്കിൽ മാത്രമേ കൃത്യമായിട്ടത് ആ സ്വരങ്ങൾ ഉറച്ച് കിട്ടുകയുള്ളൂ. അതായത് സ്വര ശുദ്ധി വരുത്തുക എന്നുള്ളതാണ് വേദം പഠിക്കേണ്ട ഏറ്റവും ആദ്യത്തെ വേണ്ട ഗുണം. സ്വരം ഉണ്ടാവുക എന്നാണ് പറയാം. സ്വരം ഉണ്ടാവുക, അയാൾക്ക് നല്ല സ്വരമാണ്, അയാൾക്ക് നല്ല സ്വരമാണ് എന്ന് വെച്ചാൽ നന്നായിട്ട് ചെല്ലുന്നതിൻ്റെ സ്വരം കൃത്യമാവണം. അപ്പം അതിന് എന്താണ് സ്വരം, എങ്ങനെയാണ് അത് ചെല്ലുക എന്നുള്ളത് കുറേശ്ശെ ചെല്ലിക്കഴിഞ്ഞെങ്കിൽ അത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ചെല്ലി പഠിക്കേണ്ടതാണ് സ്വരങ്ങളൊക്കെ. പണ്ടൊക്കെ ഗുരു നേരിട്ട് തലയൊക്കെ പിടിച്ച് കുറിക്കുകയാണെങ്കിൽ പഠിപ്പിക്കുക. അതൊക്കെ നമുക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പം അതിന് സ്വരം എന്ന് പറഞ്ഞാൽ 3 സ്വരങ്ങളാണ് പ്രധാനമായിട്ട്. അതായത് അനുദാത്തം, ഉദാത്തം, സ്വരിതം. അനുദാത്തം എന്ന് പറഞ്ഞാൽ വളരെ ശബ്ദം താഴ്ത്തിയിട്ടാണ് പറയുക. അതായത് താടി ഇങ്ങനെ നെഞ്ഞത്തിങ്ങനെ മുട്ടിച്ചിട്ടാണ് ആ അക്ഷരം പറയേണ്ടത്. ഇങ്ങനെ ആ പാ അങ്ങനെ. അപ്പോൾ ശബ്ദം കുറയും. പിന്നെ ഉദാത്തം എന്ന് പറഞ്ഞാൽ ഉറക്കെ തല ഉയർത്തി ഏറ്റവും ഉറക്കച്ചല്ല. സ്വരിതം എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് ചെരിക്കണ്ട, അതിന് ആ സ്വരത്തിൻ്റെ ഒരു ആകൃതിക്ക് അനുസരിച്ച് തല തിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത് കൈകൊണ്ടും കാണിക്കാം. അനുദാത്തം എന്ന് പറഞ്ഞാൽ താഴോട്ട് ശബ്ദം കുറയ്ക്കുക, ഉദാത്തം മുകളിലേക്ക്. സ്വരിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റ എന്ന് എഴുതിയ മാതിരിയ. റ എന്ന് ഇടത്തുനിന്ന് വലത്തുനിന്ന് ഇടത്തോട്ട് റ എഴുതി വെക്കും. ഇങ്ങനെ വരരുത്. നമ്മുടെ വലത്തേ കൈയിൻ്റെ ഭാഗത്തുനിന്ന് റ എന്ന് എഴുതുമ്പം ഇങ്ങനെ എഴുതിയാൽ പാ 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 ഇങ്ങനെ ശ്രമിക്കുക. പാ പാ ആ ഒരു മാത്രമാണ് കേട്ടോ ശ്രമിക്കുക. അനുദാത്തം എന്ന് പറഞ്ഞാൽ പോ ശബ്ദം കുറയ്ക്കുക. ഇനി ഉദാത്താകുമ്പം പാ ഉയർത്തുക. പാ ഉദാത്തം, അനുദാത്തം, പാ സ്വരിതം. ഇങ്ങനെയാണ് വ്യത്യാസം. ഒരേ അക്ഷരം തന്നെ സ്വരിതമായിട്ടും അനുദാത്തമായിട്ടും ഉദാത്തമായിട്ട് ഞാൻ കാണിച്ചു തന്നാണ്. പോ അനുദാത്തം, പാ ഉദാത്തം, പാ സ്വരിതം. അത് ഞാൻ നോട്ട് തരാം, കൃത്യമായിട്ട് നോട്ട് തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാൻ ചെല്ലിയും ചെയ്യും, ഓഡിയോ ഉണ്ടാവും, നോട്ടും ഉണ്ടാവും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ക്രമേണ നിങ്ങൾക്ക് ഈ സ്വരമൊക്കെ ഉറച്ചോളും. അതിൻ്റെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇത്രയും ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ നേരിട്ടൊന്ന് എല്ലാവരും പരിചയപ്പെടാൻ വേണ്ടി ഒരു മുഖാമുഖം പരിചയപ്പെടാൻ വേണ്ടി വീഡിയോയിൽ വന്നേ ഉള്ളൂ. ഓഡിയോയിലാണ് പഠനം ഉണ്ടാവുക. അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും 9 മണിക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ബുക്ക് അല്ലെങ്കിൽ ഞാൻ തരുന്ന നോട്ട് അത് നിങ്ങൾ എഴുതിയിട്ട് ആ സ്വരത്തിൻ്റെ അടയാളം ഞാൻ ഇട്ടുണ്ടാവും. അതേമാതിരി നിങ്ങൾ ഇട്ടിട്ട് ഞാൻ ചെല്ലിയ ഓഡിയോ കേട്ട് 4, 5, 8 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്രമേണ ഇത് പഠിക്കാൻ പറ്റും. അങ്ങനെ ഇത് പഠിക്കുള്ളൂ, കുറച്ച് സമയം പിടിക്കും. എന്നാലും വേദം എന്നല്ല, എല്ലാ മന്ത്രങ്ങളും അങ്ങനെയാണ് ചെല്ലേണ്ടത്. കൃത്യമായിട്ട് എല്ലാ ദിവസവും ഇവിടെ പറഞ്ഞു തരുന്ന ആ നോട്ട് വേറൊരു പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. അതിനുശേഷം ഒരു 5, 6 പ്രാവശ്യം അത് എങ്ങനെയാണ് ചൊല്ലുന്നത് കേൾക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്രമേണ ഒരു 1, 2, 3 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് സ്വരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വരും. ഈ പണ്ട് കാലത്ത് തലകുലുക്കി പഠിക്കാൻ ഉദ്ദേശം എന്താ വെച്ചാൽ 1,09,368 പദങ്ങളുള്ള ഇത് ലക്ഷക്കണക്കിന് അനുദാത്തവും ഉദാത്തവും സ്വരിതമൊക്കെ വരും. ഇത് കൃത്യമായിട്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് തല അങ്ങനെ കുലുക്കുന്നതൊക്കെ ചെയ്യുന്നത്. ചില ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ കൈയോടെ അങ്ങനെ കാണിക്കുന്നതൊക്കെ. അതെന്തിനാണെന്ന് വെച്ചാൽ അത് ഇത്രയും ഓർമ്മശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ആ അനുദാത്തം ഉദാത്തം സ്വരിതമൊക്കെ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുള്ളൂ.
അപ്പം നമ്മളിപ്പോൾ വേദം മൊത്തം പഠിക്കുന്നില്ല, അത് അത്രയൊക്കെ പഠിക്കുന്ന പണ്ട് കാലത്ത് ഒത്തുകൂട്ട് അങ്ങനെ പല ചടങ്ങുകൾക്ക് ഇത് മുഴുവൻ കാണാപ്പാടം പഠിക്കണം. ഈ യാഗങ്ങൾക്ക് നിർബന്ധമായിട്ട് പുസ്തകം നോക്കിയൊന്നും ചെല്ലില്ല, കാണാപ്പാടാണ് അതൊക്കെ പഠിക്കുക. അപ്പം അതൊക്കെ അത് സ്വരിച്ച് അത് അങ്ങനെ തന്നെ ചെല്ലണമെങ്കിൽ, ഇത് ഹൃദിസ്ഥമാക്കണമെങ്കിൽ ഇങ്ങനെ തല ചെരിച്ച് അല്ലെ കുലുക്കി അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ പണ്ട് കാലത്ത് അത് നടക്കുള്ളൂ. ഇന്ന് നമുക്ക് ആവശ്യത്തിന് എന്താ വേണ്ടത് അത് നമുക്ക് ചെല്ലി പഠിച്ച് ചെല്ലിയാൽ മതി. ഇത് മുഴുവൻ നമുക്ക് ചെല്ലാൻ പറ്റും, പക്ഷെ കുറച്ച് സമയം 4-5-6 വർഷം പിടിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് മാത്രമല്ല, എല്ലാ മന്ത്രങ്ങളും ഇങ്ങനെ അനുദാത്തം ഉദാത്തം സ്വരം ഇതേ ക്രമത്തിൽ തന്നെ ചെല്ലണം. സാധാരണ നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലി പോയാൽ പോരാ, അത് ഇതേ ക്രമത്തിൽ വേദം എന്ന് മാത്രമല്ല, ഇപ്പം ഭാഗ്യസൂക്തോ പുരുഷസൂക്തോ എന്താണെങ്കിലും ഇങ്ങനെ സ്വരിച്ചിട്ട് വേണം എല്ലാ മന്ത്രങ്ങളും ചെല്ലാൻ. സ്വരം മാറിപ്പോയി കഴിഞ്ഞാൽ അർത്ഥം തന്നെ മാറും. ദേവേന്ദ്രനെ കൊല്ലേണ്ട ഒരു മകൻ, ദേവേന്ദ്രനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു മകനെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഒരാൾ മന്ത്രം ചൊല്ലിയപ്പം ദേവേന്ദ്രനെ ജയിക്കാൻ പറ്റിയ മകനാവണം എന്ന് ഉദ്ദേശിച്ചാണ് അയാൾ മന്ത്രം ചൊല്ലിയത്. പക്ഷേ സ്വരം മാറിയത് കൊണ്ട് ദേവേന്ദ്രന് ജയിക്കാൻ പറ്റിയ മകൻ ഉണ്ടാവണമെന്നായി. അർത്ഥം നോക്കും, ദേവേന്ദ്രനെ ജയിക്കാൻ പറ്റിയ മകൻ ഉണ്ടാവണം എന്ന് പറഞ്ഞ ചൊല്ലിയ മന്ത്രത്തിൽ സ്വരം മാറിയത് കൊണ്ട് എന്തർത്ഥം വന്നു? ദേവേന്ദ്രന് ജയിക്കാൻ പറ്റിയ മകനായി തീരണമെന്നാണ്. അങ്ങനെ ദേവേന്ദ്രൻ വധിക്കും ദേവേന്ദ്രൻ്റെ മകനെ. അങ്ങനെ ഒരു കഥ ഉണ്ട്. അപ്പം ഒരു സ്വരം മാറിക്കഴിഞ്ഞാൽ ആകെ അർത്ഥം തന്നെ മാറും. അപ്പം നമ്മളൊക്കെ മന്ത്രം ചൊല്ലുന്നുണ്ട്, നമ്മൾ സാധാരണ വരെയാണ് ചൊല്ലി പോവുകയില്ല, അങ്ങനെ ഇല്ലാ പോരാ. അപ്പം ഗായത്രിയാണ് ഭൂർഭുവത്വം ഭഗവദേവ ശ്രീമഹി ദിയോയോന പ്രചോദനം, അത് സ്വരിച്ച് തരണം. അതൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് ഗായത്രി ചെല്ലുക എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതിങ്ങനെ നല്ല ചെല്ലുക. ഓം ഭൂർഭുവസ്വ തസ്സൗദുർവരണ്യം ഭർഗോദേവസ്യ ധീമഹി ദിയോയോന പ്രചോദനം, അങ്ങനെ നല്ല ചെല്ലേണ്ടത്. അതെങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പം അതുകൊണ്ട് വിസ്തരിച്ച് നമുക്ക് നാളെ മുതൽക്ക് അത് ഞാൻ നോട്ട് ഓഡിയോ ഉണ്ടാവും, നോട്ടും അന്നുള്ള അത് ഇവിടെ ആ നോട്ട് അത് ഫോട്ടോ ആയിട്ട് ഞാൻ കൊടുക്കും. അത് പിന്നെ അതിൻ്റെ ഓഡിയോ ഉണ്ടാവും, ആ നോട്ട് നോക്കുക, ഓഡിയോ കേൾക്കുക, അങ്ങനെ നമുക്ക് വിസ്തരിച്ചത് പഠിക്കാൻ പറ്റും. പിന്നെ ഇതിന് നല്ല ക്ഷമ വേണം. ആദ്യം ഒന്നും മനസ്സിലാവില്ല എന്താ ചെല്ലുന്നൊന്നും, ക്രമേണ ചെല്ലി ആ ക്ഷമയോടുകൂടി അത് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതേമാതിരി സ്വരിച്ച് എല്ലാ മന്ത്രങ്ങളും സ്വരിച്ച് എല്ലാം ആവും. അപ്പം സ്വരം ഉറക്കിയാണ് അത് 2-3-4 ആഴ്ച കട്ടി പിടിക്കും സ്വരം ശരിക്കും. ചിലക്ക് വേഗം ശരിയാവും, പക്ഷെ അത് ശരിക്കും തന്നെ സ്വരം ആവണം. ഒരു മിമിക്രി മാതിരി പോരാ, ശരിക്കും സ്വരം കൃത്യമായിട്ട് തന്നെ വരണം. അത് നമുക്ക് ചെല്ലി ക്രമേണ അത് ശരിയായി വരും. അതാണ് അത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് സ്വരം ഉറക്കും. അത് അതിനൊക്കെ നോട്ട് തരാം, ഒരു ബുക്കിലേക്ക് എഴുതിയിരിക്കണം. ഞാൻ പറഞ്ഞ ഓഡിയോ കേൾക്കുകയും വേണം, അപ്പോൾ കൃത്യമായിട്ട് ശരിയാവും. പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിൽ വേദം പഠിക്കുവാൻ വേണ്ടി അത്യുത്സാഹമായിട്ട് വന്നിട്ടുള്ള എല്ലാ സജ്ജനങ്ങൾക്കും ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ആ സ്നേഹവും കടപ്പാടും ബഹുമാനവും അറിയിക്കുകയാണ്. കാരണം ഇന്നത്തെ കാലത്ത് വേദം പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ആണ്. പണ്ട് കാലത്ത് ബ്രാഹ്മണർ അവരുടെ സ്വകാര്യ സ്വത്തായിട്ട് വെച്ചിട്ടുള്ള ഒരു മഹാനിധിയാണ് വേദങ്ങൾ. അത് നമ്പൂതിരിമാരെ മാത്രം പഠിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് ആ വേദത്തിൻ്റെ പ്രസക്തി മറ്റുള്ള ആൾക്കാർക്ക് അറിയാതെ പോയി. അത് വലിയൊരു കനത്ത നഷ്ടമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുകയാണ്. ഇന്ന് കുറേശ്ശെ വേദങ്ങൾ, അതായത് കഥകളി ഒരു കാലത്ത് കഥകളിക്ക് അനുഭവപ്പെട്ട ആ ദുര്യോഗം പിന്നീട് വള്ളത്തോൾ നാരായണമേനോൻ കഥകളി ലോകപ്രസ്ഥമാക്കിയതും അതുപോലെ തന്നെ അകത്ത് ഒളിഞ്ഞ് കിടക്കുകയായിരുന്ന ഈ മഹാനിധി ഇന്ന് കുറേശ്ശെ വെളിച്ചം കണ്ട് പുറത്തേക്ക് വന്നു തുടങ്ങി എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷത്തിന് വക നൽകുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് പഠിക്കാൻ വേണ്ടി താല്പര്യം കാണിച്ചതിന് വളരെ ആ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പാടും ത്യാഗം സഹിക്കണം, വിഷമം തോന്നാം, ബുദ്ധിമുട്ടുണ്ടാവുക ഒക്കെ ഉണ്ടാവാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേദം എന്ന് പറഞ്ഞാൽ അറിവാണ്. വേദം എന്ന വാക്കിൻ്റെ അർത്ഥം വേദം എന്നാൽ അറിവാണ്. നമുക്ക് വേണ്ട എല്ലാ അറിവുകളും കൃത്യമായിട്ട് ഉപാസനയായിട്ട് കുറച്ച് സമയമെങ്കിലും, ഒരു 50 പദം എങ്കിലും ദിവസവും നമ്മൾ ഈ സ്വരത്തോടു കൂടി വേദം ദിവസവും ചെല്ലുകയാണെങ്കിൽ, സ്വരിച്ച് ചൊല്ലുകയാണെങ്കിൽ അതിൻ്റെ ശക്തി അപാരമാണ്. അത്
പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്, നമുക്ക് നേരിട്ട് അനുഭവത്തിൽ ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പം എല്ലാ സജ്ജനങ്ങളും നാളെ മുതൽക്ക് ആ വേദം അത് പഠിക്കുക, അത് ചെല്ലുക, അങ്ങനെ അത് ഉപാസനയായിട്ട് ദിവസവും. പിന്നെ പ്രധാനപ്പെട്ട എന്തൊക്കെ നമുക്ക് ജീവിതത്തിൽ ചെല്ലേണ്ട ചില സൂക്തങ്ങളുണ്ട്, അത് പ്രത്യേകിച്ച് ഓരോന്നിനും ഓരോ ദോഷങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ഇപ്പം സർപ്പദോഷത്തിന് ഉള്ള വേദം, എല്ലാത്തിനുള്ള ആ പരിഹാരങ്ങൾ ഈ വേദത്തിലുണ്ട്. അത് പ്രത്യേകമായിട്ട് നമുക്ക് ഒഴിവുള്ള സമയത്ത് അത് ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. അതും ഇതിൻ്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ദോഷത്തിനുള്ള പരിഹാരങ്ങളും ഈ വേദത്തിലുണ്ട്. ഈ യാഗമൊക്കെ ആ യാഗം ചെയ്യുന്ന ആ മന്ത്രങ്ങൾ ഏറെക്കുറെ മുഴുവനും ഈ വേദത്തിൽ തന്നെയുള്ളതാണ്. ശ്രീരുദ്രം, ശിവന് ഏറ്റവും വിശേഷപ്പെട്ട, നിങ്ങളൊക്കെ ആരെങ്കിലും അമ്പലത്തിൽ പോയി ശ്രീരുദ്രം ധാരവയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ഈ ശ്രീരുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യജുർവേദത്തിലെ 24ാമത്തെ പക്ഷമാണ് ആ ശ്രീരുദ്രം എന്ന് പറഞ്ഞ ആ ഓത്ത്. അത് ഏറ്റവും വിശേഷപ്പെട്ടതാണ്, ശിവന് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഓത്താണത്. അത് ക്ഷേത്രങ്ങൾ പോയിട്ട് നിങ്ങളൊക്കെ ധാര ചീട്ടാക്കിയിട്ടുണ്ടാവും, ശ്രീരുദ്രം ധാര എന്നൊക്കെ പറയും. അപ്പം അതാണ് അത്. പിന്നെ നമുക്ക് അത് എല്ലാം പഠിക്കുക, പക്ഷെ മുഴുവൻ പഠിക്കണമെങ്കിൽ കുറച്ച് വർഷങ്ങൾ പിടിക്കും. അങ്ങനെ കുറച്ചങ്ങോട്ടായി കഴിഞ്ഞാൽ ഒരു 2, 3, 4 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ സ്വരിച്ച് ചെല്ലാവുന്ന അവസ്ഥ വരും. പിന്നെ നോട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും, എല്ലാത്തിനും നോട്ട് തരാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വിസ്തരിച്ച് പഠിച്ച് ഒരു വേദജ്ഞനായിട്ട് മാറാൻ പറ്റുമെന്ന് പറയാണ്. പണ്ട് ഒരു കാലത്ത് നമ്പൂതിരിമാരുടെ മാത്രം സ്വകാര്യ സ്വത്തായിരുന്ന വേദം ഇന്ന് കുറേശ്ശെ പുറത്തേക്ക് വന്നു ഇടങ്ങി. ഇന്ന് നമുക്ക് സന്തോഷിക്കുക എന്ന് പറയാണ്. അങ്ങനെ നാളെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും നമസ്കാരം.